ഹലോ വ്യൂവേഴ്സ്, വിത്ത് പാകി അടീനിയം തൈകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കമ്പ് പാകി തൈകൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് വിത്ത് പാകി ഉണ്ടാക്കുന്ന തൈകൾക്ക്. കാരണം എന്ന് വെച്ചാൽ കമ്പ് പാകി തൈകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ചുവട് ഭാഗത്ത് വണ്ണം ഉണ്ടാവില്ല, അതായത് കോട്ടക്സ്, അതായത് ഇതിന്റെ ബൾബ് പോലെ ഉണ്ടാവില്ല. എന്നാൽ വിത്ത് പാകി ഉണ്ടാകുന്ന തൈകൾക്ക് എന്ന് പറയുന്നത് ആ ബൾബ് ഭാഗം, അതുപോലെ വണ്ണമുള്ള ഭാഗം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ എങ്ങനെ തൈകൾ ഉണ്ടാക്കാം, എല്ലാ തൈകളും കിളിപ്പിക്കാനുള്ള മാർഗവുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ രീതിയിലാണ് അടീനിയയിലെ വിത്ത് ഉണ്ടാവുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്ത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളത് നൂല് ചുറ്റി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞ് ഇത് പൊട്ടി ഇതിന്റെ വിത്തുകൾ മുഴുവൻ പുറത്തേക്ക്, അരികൾ മുഴുവൻ പുറത്തേക്ക് പോകും, നമുക്കൊന്നും നടുന്നതിനായി കിട്ടില്ല. അതിനാൽ പാകമാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ നൂല് ചുറ്റി വെക്കേണ്ടതാണ്. ഇതാണ് പാകമായ ഒരു വിത്തെന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പൊട്ടിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ചുറ്റി വെക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പൊട്ടി ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വിത്തുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ പാകമായി കിട്ടുന്ന വിത്തിനെ നമ്മൾ പൊട്ടിച്ച് ഇതിനകത്തുള്ള ആ വിത്തുകൾ മുഴുവൻ നമുക്ക് എടുക്കേണ്ടതാണ്. ഒരുപാട് അരികൾ കാണും. ഈ അരികൾ മുഴുവൻ നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാ അരികളും ഒന്നും നല്ല അരികളാകണമെന്നില്ല. ഈ അപ്പൂപ്പൻ താടി പോലുള്ള ഇതിനകത്ത് നടുക്കൊരു വിത്ത് മാത്രമേ കാണൂ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പൊ ഇതിനകത്ത് നടുക്ക് മാത്രം ഒരു ചെറിയ അരി മാത്രമേ ഉള്ളൂ. ഇതാണ് അതിന്റെ യഥാർത്ഥ അരി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം കളയാവുന്നതാണ്. നമുക്ക് ഇതിനകത്ത് നല്ല അരിയും ഉണ്ടാവും, അതുപോലെ തന്നെ കിളിർക്കാത്ത അരിയും ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ ഒരു അരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല കട്ടിയുള്ള അരിയാണ്. ഇങ്ങനെയുള്ള കട്ടിയുള്ള അരികൾ മാത്രമേ കിളിക്കത്തുള്ളൂ. അല്ലാത്ത അരികളും ഉണ്ട്. ഇതിനകത്ത് വേറെ ചില അരികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും കട്ടിയില്ല, വെറും തോട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള അരികൾ നമ്മൾ നടുന്നതിന് വേണ്ടി എടുക്കാറില്ല. മറ്റേ നല്ല അരി നോക്കി എടുത്തിട്ട് ഈ രണ്ട് സൈഡിലുള്ള അപ്പൂപ്പന്താടി പോലുള്ള സാധനം മാറ്റിയിട്ട് ഇങ്ങനെ അരി മാത്രമായിട്ട് എടുക്കണം. ഈ അരി മാത്രമാണ് ആവശ്യമുള്ളത്. ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് അരി കളക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇടുക. ഇതിനകത്ത് ആന്റി ഫംഗൽ പൊടി ഉപയോഗിച്ച് ഇടാവുന്നതാണ്. ഞാനിവിടെ പച്ചവെള്ളത്തിൽ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ചട്ടി എടുക്കുക. ചട്ടി എടുത്ത് അടിയിൽ നല്ല വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ള കുഴിയുള്ള ചട്ടിയായിരിക്കണം എടുക്കുന്നത്. ഇങ്ങനെ ചട്ടി എടുത്ത ശേഷം ഇതിനകത്ത് കല്ലും കട്ടയൊക്കെ ഇടുക. അതായത് വെള്ളം പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ കല്ലും കട്ടയൊക്കെ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ചകിരിച്ചോറാണ് ഞാൻ നിറയ്ക്കുന്നത്. ചിലർ ചകിരിച്ചോറിന് പകരം മണല് അരിച്ച് ഉപയോഗിക്കാറുണ്ട്. അതും നല്ലത് തന്നെ. ഞാനിവിടെ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് നല്ലതുപോലെ നിറയ്ക്കുക. നിറച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് ലെവല് ചെയ്ത് കൊടുക്കണം. നിറച്ച് കഴിഞ്ഞിട്ട് നല്ല പ്രസ് ചെയ്ത് ലെവല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലെവല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നല്ലവണ്ണം നനച്ചു കൊടുക്കുക. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അരി പാകി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുന്നില്ല. അതിനാൽ ചകിരിച്ചോറ് നല്ലവണ്ണം നനഞ്ഞു തന്നെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിയിൽ നനച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചകിരിച്ചോറ് മാറിപ്പോവും. അങ്ങനെ മാറിപ്പോകുന്നതൊക്കെ നമ്മളൊന്നുകൂടി ഒന്ന് ലെവല് ചെയ്ത് അതിനുശേഷം നമുക്ക് അരികൾ പാകാവുന്നതാണ്. അരി പാകുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് താഴ്ത്തി അരികൾ വെക്കരുത്. ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. ഒരുപാട് താഴ്ത്തി അരികൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിളിർത്ത് വരത്തില്ല. അത് കാരണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചാൽ മാത്രം മതി. അടുത്ത അരി വെക്കുന്നത് ഏകദേശം 1 ഇഞ്ച് അകലത്തിൽ മാത്രമേ വെക്കാവൂ. അതായത് വളർന്നു വന്നാൽ തന്നെ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലം വേണം. അതിനുവേണ്ടി 1 ഇഞ്ച് അകലത്തിൽ മാത്രമേ ഈ അടുത്ത അരി വെക്കാവൂ.
ഇതുപോലെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച അരികളിൽ നല്ല അരികൾ നോക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് കൈകൊണ്ട് എടുത്താൽ തന്നെ അറിയാം. അങ്ങനെ നല്ല അരികൾ മാത്രം നോക്കി ഈ ചട്ടിയിൽ 1 ഇഞ്ച് അകലത്തിൽ, ഏകദേശം 1 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഒരുപാട് താഴ്ത്തി വെക്കരുത്. ഇതിന് മുകളിലായിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരി ഒന്ന് മറയത്തക്ക രീതിയിൽ മാത്രം ചകിരിച്ചോറ് വിതറി കൊടുക്കുക. ഒരുപാട് ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിൽ കൊണ്ട് വിതറി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിളിച്ചു വരില്ല. ഇങ്ങനെ ഈ അരി മറയാൻ വേണ്ടി മാത്രം ഒന്ന് ചകിരിച്ചോറ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം വീണ്ടും ഈ ഇട്ട ചകിരിച്ചോറ് നനഞ്ഞതല്ലായിരുന്നു, അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ചകിരിച്ചോറ് മാത്രമേ ഇതിൻ്റെ മുകളിൽ ഇട്ടുള്ളൂ. അങ്ങനെ ഇടുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ അരി വീണ്ടും തെളിഞ്ഞു വരാൻ, അരി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാണാതിരിക്കാൻ വേണ്ടി വീണ്ടും ആദ്യം ഇട്ടതുപോലെ തന്നെ ചെറുതായിട്ട് ചകിരിച്ചോറ് വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ ഒരു ഷെയ്ഡിൽ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്താലും മതി. ഇങ്ങനെ പ്ലേസ് ചെയ്താൽ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് കിളിർത്ത് വരുവാൻ. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതിനകത്തൊരു കവർ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കവർ മൂടി ഒരു ഷെയ്ഡിൽ നിങ്ങൾ വെക്കുക. അതിനിടയ്ക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്തുനിന്ന് തന്നെ ആവി വെള്ളം ഇതിനകത്ത് വീണ് ആ വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇങ്ങനെ ഇതിനെ ഒരു ഷെയ്ഡിൽ പ്ലേസ് ചെയ്യുക. നമ്മളിപ്പോൾ വെച്ച ചെടി തന്നെ 7 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയാണിത്. ഏകദേശം എല്ലാം തന്നെ കിളിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ആവി വെള്ളം നിൽക്കുന്നുണ്ടോ? ഈ വെള്ളം മതി ഇത് കിളിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെ ഞാനൊന്ന് എടുത്തു നോക്കാം. മിക്കവാറും എല്ലാ അരികളും തന്നെ കിളിച്ച് വന്നതായിട്ട് കാണാം. അല്ല, ചിലത് നല്ലതുപോലെ കിളിച്ചിട്ടുണ്ട്, ചിലത് കിളിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മൾ അരി എടുക്കുമ്പോൾ തന്നെ അറിയാം, ചിലതിൽ ആൾറെഡി അതിനകത്ത് കിളിർപ്പുണ്ടായിരുന്നു, ചിലതിൽ കിളിർപ്പില്ല. അപ്പം കിളിർപ്പില്ലാത്ത അരികളാണ് ഇങ്ങനെ ചെറുതായിട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കിളിച്ച് വരുന്നതേ ഉള്ളൂ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അരിയായിട്ട് മാത്രമേ ഇരിക്കുമായിരുന്നു. ചിലത് അരി എടുത്തപ്പോഴേ തന്നെ നമുക്ക് നല്ല ഒരു കിളിർപ്പ് വന്നു തുടങ്ങിയിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെയുള്ളതാണ് ഈ ഇലയായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നല്ല രീതിയിൽ കിളിച്ച് വന്നിട്ടുണ്ട്. എല്ലാ അരികളും തന്നെ, ഏകദേശം എല്ലാ അരികളും തന്നെ കിളിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കവറിട്ട് വെക്കേണ്ട കാര്യമില്ല, പുറത്ത് ഷെയ്ഡിൽ തന്നെ വെക്കാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇതിൻ്റെ ചകിരിച്ചോറ് ഇങ്ങനെ ഉണങ്ങി പോകുന്ന സമയം നോക്കി നമ്മൾ കൈവെള്ളം തളിച്ചു കൊടുക്കുക. അങ്ങനെ തളിച്ചു കൊടുത്താൽ മാത്രമേ ഇത് വീണ്ടും കിളിച്ചു വരൂ. കാരണം ഇതിനകത്ത് ഇനി വെള്ളം വീഴുന്നില്ല. ഈ വെള്ളം നിങ്ങൾ തളിച്ചു കൊടുക്കേണ്ടതാണ്. ഇതുപോലെ നിങ്ങളും വിത്തുകൾ പാകി നോക്കുക. തീർച്ചയായിട്ടും എല്ലാ അരികളും കിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്